ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ ഇ എം വേവ്സ്? ഇ എം വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാരി ഇൻഫർമേഷൻ ഫ്രം വൺ സോഴ്സ് ടു അനദർ. ഒരു സോഴ്സിൽ നിന്ന് വേറൊരു സോഴ്സിലേക്ക് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഇൻഫർമേഷനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ലൈൻസ്? This is used to guide the EM wave from one source to destination with high quality. അതായത് ഈ ഇ എം വേവ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് ഹൈ ക്വാളിറ്റി. അതായത് നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ വേവ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താണ് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും അല്ലേ. ഇപ്പോൾ നമ്മളൊരു ആൻറ്റിന എടുക്കുകയാണെങ്കിലും പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മൾ റൂഫ് ടോപ്പിൽ വെക്കുന്ന ആൻറ്റിനാസ്, അതും ഡിസ്റ്റൻസ് കൂടുന്തോറും ആ സിഗ്നൽ ക്വാളിറ്റി കുറഞ്ഞു വരും അല്ലേ. അതേപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ആ സോഴ്സിൻ്റെ അവിടെയുള്ള ഇൻറ്റൻസിറ്റി ആൻഡ് ക്വാളിറ്റി കിട്ടില്ല ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് പോകും തോറും. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്യാം. ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ ആണെങ്കിൽ ഇ എം വേവ്സ് ഗുഡ് ക്വാളിറ്റിയോടുകൂടെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഓക്കെ. ആൻഡ് ദിസ് ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് ട്രാൻസ്മിഷൻ ലൈൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ, സെക്കൻഡ് വൺ ഈസ് കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ. ഈ 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ കണ്ടക്റ്റിംഗ് വയേഴ്സ് സെപ്പറേറ്റഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ്. അതായത് 2 പാരലൽ കണ്ടക്റ്റിംഗ് വയേഴ്സ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരു ഡൈഇലക്ട്രിക് ആയിരിക്കും. ഓക്കെ. അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ലൈനാണ് പണ്ട് കാലത്ത് ടെലിവിഷൻ കേബിൾസ് വിച്ച് കണക്ട്സ് വിത്ത് റൂഫ് ടോപ്പ് ആൻറ്റിനയായിട്ട് റൂഫ് ടോപ്പ് ആൻറ്റിനയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ടെലിവിഷൻ കേബിൾസിൽ ഈ ഒരു 2 വയർ ട്രാൻസ്മിഷൻ ലൈനാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ 2 കണ്ടക്റ്റിംഗ് വയർ പാരലലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള കോൺസ്റ്റൻറ്റ് സ്പേസ് ഇസ് എ ഡൈഇലക്ട്രിക്. അങ്ങനെയായിരുന്നു അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വാട്ട് ഈസ് കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ? കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുമ്പം അവിടെ ഒരു ഇന്നർ കണ്ടക്റ്റിംഗ് വയർ ഉണ്ടായിരിക്കും വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എൻ ഔട്ടർ സിലിണ്ട്രിക്കൽ കവർ. അതും ഒരു കണ്ടക്റ്റിംഗ് മെറ്റാലിക് ഷീൽഡാണ്. ആൻഡ് വിച്ച് ഈസ് ദീസ് 2 ആർ സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക്. സെപ്പറേറ്റഡ് ബൈ ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എയർ ആയാലും മതി. അപ്പോൾ ആ ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കണ്ടക്റ്റിംഗ് വയറും അതുപോലെ ഈ ഡൈഇലക്ട്രിക്കിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷീൽഡും, മെറ്റാലിക് ഷീൽഡും ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്കുള്ള ആ സ്പേസ് എന്ന് പറയുന്നത് എയർ ആയിരിക്കും. എയർ മീൻസ് ഡൈഇലക്ട്രിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോയാക്സിയൽ എന്ന് പറയാൻ കാരണം ഈ 2 അതായത് സെൻട്രലിലുള്ള ആ ഒരു കണ്ടക്റ്റിംഗ് വയറും അതിനെ ചുറ്റിയിരിക്കുന്ന ആ സിലിണ്ട്രിക്കൽ ഷീൽഡും ഒരാക്സിസിലാണ് അല്ലേ, ഒരാക്സിസിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഇന്നർ കണ്ടക്റ്റിംഗ് വയറിൻ്റെയും സിലിണ്ട്രിക്കൽ മെറ്റാലിക് ഷീൽഡിൻ്റെയും ആക്സിസ് എന്ന് പറയുന്നത് സെയിം ആക്സിസ് ആണ്. അതുകൊണ്ട് അതിനെ കോയാക്സിയൽ എന്ന് പറയുന്നു. ഇനീഷ്യൽ കേസിൽ 2 കണ്ടക്റ്റിംഗ് വയർ, അതായത് 2 വയർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ 2 വയറും പാരലലായിട്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ്, ഒരു കണ്ടക്റ്റിംഗ് വയറിനെ ചുറ്റിയിട്ട് വേറൊരു മെറ്റാലിക് ഷീൽഡ്, അതിൻ്റെ 2ൻ്റെ ഇടയ്ക്കാണ് ഡൈഇലക്ട്രിക് മീഡിയം ഉള്ളത്. ഓക്കെ. അപ്പോൾ 2 തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്ന പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിക് കോട്ടിംഗ്. ഓക്കെ. ഇതാണ് മെറ്റാലിക് ഷീൽഡ്, ഔട്ടർ കവർ എന്ന് പറയുന്നത് മെറ്റാലിക് ഷീൽഡ്. ആൻഡ് ഇതാണ് ഇൻസുലേറ്റർ ഓർ ഡൈഇലക്ട്രിക് ഇൻസുലേറ്റർ. And this is the inner conducting wire.
ഓക്കെ, അപ്പോൾ ഈ ഇന്നർ കണ്ടക്റ്റിംഗ് വയറിനും ഈ മെറ്റാലിക് ഷീൽഡിനും ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ ഒരു റൗണ്ട് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ വരുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്ങിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ മെറ്റാലിക് ഷീൽഡ്, ദിസ് ഇസ് ദ കണ്ടക്റ്റിംഗ് വയർ ആൻഡ് ദിസ് ഇസ് അതിനിടയ്ക്ക് ഡൈഇലക്ട്രിക്കിൻ്റെ ഒരു കോട്ടിങ്ങും കൂടെ ഉണ്ട്. ഓക്കെ, നേരത്തെ 2 വയർ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് 2 കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഈസ് ഡൈഇലക്ട്രിക്. അപ്പോൾ ഇത് രണ്ടും കണ്ടക്റ്റിംഗ് വയറാണ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഡൈഇലക്ട്രിക് മീഡിയ ആയിരിക്കും. ഓക്കെ, ഈ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈന് ഒരു എക്സാമ്പിളാണ് കേബിൾ നെറ്റ്വർക്ക് വിത്ത് ടി വിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന കേബിൾ നെറ്റ്വർക്ക്. അതെന്ന് പറയുന്നത് ഒരു കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈനായിരിക്കും. ഓക്കെ, ഇനി തേർഡ് വൺ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനാണ്. അതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിനി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. അതായത് 2 പാരലൽ പ്ലേറ്റ് ഉണ്ട്. അതിൽ ലോവർ പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജും അപ്പർ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജുമാണ്. ആൻഡ് ദി വിഡ്ത്ത് ഓഫ് ദി പാരലൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് B ആണ്, വിച്ച് ഈസ് എലോങ് Y ആക്സിസ്. ഓക്കെ, ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് G ആണ്, വിച്ച് ഈസ് എലോങ് X ആക്സിസ്. ഇനി പാരലൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് A ആണ് ആൻഡ് വിച്ച് ഈസ് എലോങ് Z ആക്സിസ്. ഓക്കെ, ഇത് 2 പാരലൽ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ട്രാവൽ ചെയ്യുക അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇതൊരു ചാർജ്ഡ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് X ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, X ഡയറക്ഷൻ അല്ലേ. ഈ ഒരു തിക്നെസ് അതെന്ന് പറയുന്നത് X ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് EX ആണ്. ഓക്കെ, X ഡയറക്ഷൻ ആയതുകൊണ്ട് വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ആസ് EX. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Q/BA∈0 ആണ്. Q എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്റ്റിംഗ് പ്ലേറ്റിലുള്ള ചാർജാണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഇവിടുത്തെ വിഡ്ത്തും എ എന്ന് പറയുന്നത് ലെങ്ത്തുമാണ്. വാട്ട് ഇസ് Q ഈക്വൽ ടു CV ആണ് നമുക്കറിയാം ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്റൻസ്. സോ നമ്മൾ Qനെ റീപ്ലേസ് ചെയ്ത് CV എന്ന് എഴുതി. എഗെയിൻ ദിസ് പൊട്ടൻഷ്യൽ V എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് വാട്ട് ഇസ് V ഈസ് ഈക്വൽ ടു GEX ആണ്. ആൻഡ് G എന്ന് പറയുന്നത് ദിസ് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ആണ്. ആൻഡ് EX എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യലിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് EX എന്ന് പറയുന്നത് V/G ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 and 2 എന്ന് കൊടുക്കുക. നൗ EX ഈക്വൽ ടു ദിസ്, EX ഈക്വൽ ടു ദിസ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തൂടെ. സോ V/G ഈക്വൽ ടു ദിസ് എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് C/Aയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ V കോമൺ ആണ്, V നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻഡ് B∈0 അങ്ങോട്ട് പോവും, ഡിവൈഡഡ് ബൈ G. ഓക്കെ, അപ്പോൾ C/A ഈക്വൽ ടു B∈0/G എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് MKS സിസ്റ്റത്തിലാണ്. നമുക്ക് പല സിസ്റ്റംസ് ഇല്ലേ, അതായത് പല യൂണിറ്റ്സിൽ നമുക്ക് SI യൂണിറ്റ്, MKS, CGS അങ്ങനെ നമ്മൾ പല ടേംസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഗോഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, ഈ ഒരു ഇക്വേഷനെ ഇൻറ്റു 1/4πε0 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഗോഷ്യൻ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഹിയർ C/A ഈക്വൽ ടു ദിസ് ε0 B/G ഇൻറ്റു 1/4πε0. സോ
നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഗെറ്റ് ബി ബൈ എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ളത് ബി ബൈ 4πg. Now here in this equation C is the capacitance and A is the length, unit length. അപ്പോൾ we can say that this is capacitance per unit length which is equal to B എന്ന് പറയുന്നത് width ആണ് അല്ലേ, the width of the plate along y direction, and epsilon 0 is the permittivity in free space ആണ്. നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാം, 8.85 × 10⁻12 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് വാട്ട് ഇസ് ജി? ജി ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് അല്ലെ, ആ തിക്നെസ് അല്ലെങ്കിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് വെൻ ആൻ EM വേവ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഒരു EM വേവ് ഈ പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് C/A കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, വിച്ച് ഈസ് L/A. ഓക്കെ, ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് L/A ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ കേസിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആവുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അലോങ് y ആക്സിസ് ആണ് മൂവ് ചെയ്യുക. അതായത് ഇലക്ട്രിക് ഫീൽഡ് x ആക്സിസിൽ കൂടെയാണ് മൂവ് ചെയ്തെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് അല്ലേ. യൂസിങ് ബയോട്ട്-സാവാർട്ട്സ് ലോ, മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് പ്ലസ് y ഡയറക്ഷൻ ആയിരിക്കും. ദേ ആർ മ്യൂച്വലി, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് സെഡ് ഡയറക്ഷനിലായിരിക്കും. സെഡ് ഡയറക്ഷനിലായിരിക്കും ഇതിൽ ചാർജ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവിൽ എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മൈനസ് സെഡ് ഡയറക്ഷനിലായിരിക്കും അതിലെ ചാർജസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നൗ നമ്മളുടെ y ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് BYയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Φ/G ആണ്. Φ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ GA. G is the separation between two plate and A is the length of the plate. Okay, അപ്പോൾ phi is the magnetic flux. From this we can write phi equal to BY/GA. And BYക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, μ0I/B. μ0 is the permeability in free space and B is the width of the parallel plate, parallel conducting plate. I is the current. ഇനി നമുക്കറിയാം, ഫോർ സ്റ്റഡി കറൻ്റ് ആണെങ്കിൽ, അതായത് ഒരു കോൺസ്റ്റൻറ്റ് കറൻ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Φ is equal to Li ആണ്. കറൻറ്റ് വേരിയിങ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ? വിച്ച് ഈസ് LdI/dt is equal to dφ/dt. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. കറൻറ്റ് വേരിയിങ് ആണെങ്കിൽ, ഇവിടെ കറൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക, സ്റ്റഡി ആയിട്ട് എടുക്കുക. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് Φ is equal to Li. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ Li ഈക്വൽ ടു μ0I/GA/B എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് L/A. L/A ചെയ്യുക. ഹിയർ I എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യും, ഇവിടെ I ഉണ്ട്, അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസലാവും. ആൻഡ് വാട്ട് ഈസ് L/A? μ0G/B. μ0 is the permeability in free space, G is the separation between the plate, B is the width of the plate, L is the inductance, A is the length. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്.
ഇപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചു അല്ലേ. ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് L/A കണ്ടുപിടിച്ചു, കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് C/A കണ്ടുപിടിച്ചു. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. C/A ഇൻറ്റു L/A ചെയ്യുക. C/A എന്ന് പറയുന്നത് MKA സിസ്റ്റത്തിൽ B(ε0)/G ആയിരുന്നു. ഓക്കെ. ആൻഡ് L/A എന്ന് പറയുന്നത് എന്തായിരുന്നു? μ0G/B ആയിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഇവിടെ കോമൺ ആയിട്ട് B ക്യാൻസൽ ചെയ്തു, G ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് μ0ε0. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ 1/√of C/A ഇൻറ്റു L/A എന്ന് എഴുതുകയാണ്. ഓക്കെ. അതായത് ആദ്യം രണ്ട് സൈഡിലും റൂട്ട് ചെയ്യണു ആൻഡ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണു. 1/√of C/A ഇൻറ്റു L/A എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഇവിടെയും അതുപോലെ തന്നെ വരില്ലേ, 1/√of μ0ε0 എന്ന് വരും. ഈ ഒരു ടേം നമുക്ക് ഫെമിലിയർ ആയിരിക്കും. വാട്ട് ഈസ് ദിസ്? 1/√of μ0ε0 ഈസ് C. ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് വെലോസിറ്റി ഓഫ് ആൻ EM വേവ് വിച്ച് ഈസ് ട്രാവൽ ത്രൂ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലൂടെ ഒരു EM വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കടന്നു പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് C ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് വാക്വമാണ്. ആ ഒരു കേസിലാണ് ദിസ് വെലോസിറ്റി ഈക്വൽ ടു C ആയത്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയത്. ഓക്കെ. ഇനി നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം ഏതെങ്കിലും ഒരു വേറെ വാക്വം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മീഡിയം ആവുമ്പോൾ എന്തായിരിക്കും വെലോസിറ്റി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. എനിവേ ദിസ് ഇസ് ദ വെലോസിറ്റി ഓഫ് EM വേവ് വിച്ച് ഈസ് ട്രാവൽ ത്രൂ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ when the dielectric medium is vacuum, which is equal to C, velocity of light. Okay. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫേസ് വെലോസിറ്റി ഇൻ വാക്വം ആണ് ഇത്. അപ്പോൾ വാട്ട് വിൽ ബി ദ ഫേസ് വെലോസിറ്റി ഇൻ പ്രസൻസ് ഓഫ് എ ഡൈഇലക്ട്രിക്? അതായത് ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ രണ്ട് പാരലൽ പ്ലേറ്റ് ഗ്യാപ്പിൽ ഒരു ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്റർ with a permittivity epsilon and a magnetic permeability mu പ്ലേസ് ചെയ്യാണ്. ഓക്കെ. ഒരു പെർട്ടിക്കുലർ എപ്സിലോൺ പെർമിറ്റിവിറ്റിയും പെർമിയബിലിറ്റി മ്യൂ ഉള്ള ഒരു ഡൈഇലക്ട്രിക് നമ്മൾ അതിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, സോ വാട്ട് വിൽ ബി ദ റിലേറ്റീവ് ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം വിച്ച് ഈസ് എപ്സിലോൺ ആർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ε/ε0 ആയിരിക്കും റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി? μ/μ0. ഓക്കെ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നൗ ദ കപ്പാസിറ്റൻസ് ബിക്കം, ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മളുടെ ഇവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായി? εr C ആയി. ആൻഡ് ഇൻഡക്റ്റൻസ് ബിക്കം μr/L ആയി അല്ലേ. ദിസ് നമ്മളൊരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് εr ടൈംസ് C ആയി ആൻഡ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് μr ടൈംസ് L ആയി. ഓക്കെ. εr ആൻഡ് μr ഇസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി. എപ്സിലോൺ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് permittivity of the medium and ε0 is the dielectric permittivity in vacuum. This is dielectric permeability in medium, dielectric permeability in vacuum. This is relative permeability. Okay. Now നമ്മുടെ ഇക്വേഷൻ എന്താണ് ചേഞ്ച്? നമ്മുടെ ഫേസ് വെലോസിറ്റി ഇൻ പ്രസൻസ് ഓഫ് ഡൈഇലക്ട്രിക്, ആ ഒരു ഇക്വേഷൻ എന്താണ് ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സിക്കും എല്ലിനും കറസ്പോണ്ടിങ് εr C μr/L അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ദാറ്റ് ഈസ് V5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ ഫേസ് വെലോസിറ്റീനെ, ഓർ VP നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് അതെന്ന് പറയുന്നത് C/√of μr/εr ഇങ്ങനെ ചേഞ്ച് ചെയ്യും. നേരത്തെ C എന്നായിരുന്നു. നൗ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇതെന്ന് പറയുന്നത് വാക്വത്തിലെ വെലോസിറ്റി ഓഫ് EM വേവ് ആണ്. നൗ ഒരു ഡൈഇലക്ട്രിക്
ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മുടെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് c/√μr∈r ആയിട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, അതായത് ഡൈഇലക്ട്രിക്കിൻ്റെ കേസിലെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതും, ആൻഡ് വാക്വത്തിലെ ഫേസ് വെലോസിറ്റി v5 തന്നെ റെപ്രസെൻറ്റ് ചെയ്താൽ വിച്ച് ഈസ് എന്തായിരുന്നു 1/√μ0ε0. ഓക്കെ, ദിസ് ഇസ് വാക്വം. ഇതാണ് രണ്ട് കേസിലെയും ഫേസ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമുക്കിതിനോട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ഇക്വേഷൻസും കൂടെ നോക്കാം. അപ്പോൾ നമ്മളൊരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മീഡിയത്തിനൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. n എന്നാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ദിസ് n is equal to √μr∈r. This term √μr∈r is called the index of refraction. ഇതിനെ പറയുന്നത് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്നാണ്. ഓക്കെ, ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് പല ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് n എന്ന് പറയുന്നത് c/vp, ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് c is the velocity of light. We know c is the velocity of light. vp എന്ന് പറയുന്നത് ഫേസ് വെലോസിറ്റി ആണെങ്കിൽ ഹിയർ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എഴുതിയ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള കേസിൽ ഇതിനെ നമുക്ക് c/√μr∈r എന്ന് എഴുതാം അല്ലേ. അപ്പോൾ സിയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് √μr∈r എന്ന് കിട്ടും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്. അതുപോലെ ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി നമുക്കിതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, c/vp എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എഗെയിൻ വാട്ട് ഈസ് ലാംഡ? നമ്മളൊരു EM വേവ് കൺസിഡർ ചെയ്യുമ്പം അതൊരു ഡൈഇലക്ട്രിക് മീഡിയം, അതായത് പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ അവിടെ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു EM വേവിന് എന്തൊക്കെയുണ്ട്? വേവ് ലെങ്ത് ഉണ്ടായിരിക്കും, വേവ് നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ടേമിലും കൂടെ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് EM വേവ്? which is equal to lambda vacuum divided by n. ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. Again k is equal to n into omega by c. Omega is the angular frequency and which can be written as nk vacuum. ഓക്കെ, നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനും എന്നിനെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല ഡൈഇലക്ട്രിക് മീഡിയംസ് യൂസ് ചെയ്യുമ്പോൾ പലതിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് STPയിൽ 1 ആണ്, വാട്ടറിൻ്റെ 1.33 ആണ് അല്ലേ. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിലൂടെ കടന്നു പോകുന്ന EM വേവിൻ്റെ ലാംഡയും കെയും യുനെയും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ഡൈഇലക്ട്രിക് മീഡിയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് വാക്വം അല്ല, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആയിരുന്നുവെങ്കിൽ ആ ഡൈഇലക്ട്രിക് മീഡിയത്തിന് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. പല ഡൈഇലക്ട്രിക് മീഡിയത്തിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലെ ചേഞ്ചിനനുസരിച്ചിട്ട് ഇതിലൂടെ ഒരു EM വേവ് കടന്നു പോകുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിനും വേവ് നമ്പറിനും ചേഞ്ച് വരും. അടുത്ത ടോപ്പിക്ക് ഡിസ്പേർഷനാണ്. ആൻഡ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ റിഫ്രാക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ് ഡിസ്പേർഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഡിസ്പേർഷൻ, വാട്ട് ഈസ് റിഫ്രാക്ഷൻ ആൻഡ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ ഒരു പ്രിസം കൺസിഡർ ചെയ്യുക. ആൻഡ് ഹിയർ ദിസ് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്, ആൻഡ് പ്രിസം എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. രണ്ട് ഡിഫറെൻറ്റ് മീഡിയ ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു വൈറ്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു EM വേവ് ആണ്, എ പാർട്ട് ഓഫ് EM വേവ് ആണ്. അപ്പോൾ വൈറ്റ് ലൈറ്റിൽ നമുക്കറിയാം എല്ലാ കളേഴ്സും, അതായത് വിബ്ജിയോർ എല്ലാ കളേഴ്സും കൂടിയിട്ടുള്ള ഒരു കളറാണ് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ നമുക്ക് വിബ്ജിയോർ കിട്ടും.
അതിൽ വയലറ്റ് ഏറ്റവും താഴെയും റെഡ് ഏറ്റവും മുകളിലായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു കാര്യം നമുക്കറിയാം. ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈറ്റ് ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബൗണ്ടറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലത്തും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫേസ് വെലോസിറ്റിക്ക് ചേഞ്ച് വരും. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫേസ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വൈറ്റ് ലൈറ്റ് വന്ന് ബെൻഡ് ചെയ്യുമ്പോൾ വി നോ ഡിഫറെൻറ്റ് മീഡിയ ആയതുകൊണ്ട്, ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് അവിടെ റിഫ്രാക്ഷൻ നടക്കും. അതായത് ഈ ലൈറ്റ് ബെൻഡ് ചെയ്യും. ബെൻഡിങ് ഓഫ് ലൈറ്റാണ് റിഫ്രാക്ഷൻ. അത് അവിടുത്തെ ഫേസ് വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ചേഞ്ച് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും ഫോർ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഓരോ കളേഴ്സും ഓരോ ഡിഫറെൻറ്റ് ആംഗിളിൽ ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ കളേഴ്സിനും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആയിരിക്കും. സോ വി വിൽ ഗെറ്റ് എ വിബ്ജിയോർ. ഇവിടെ ഒരു ഡിസ്പേർഷൻ സംഭവിക്കും. അതായത് വൈറ്റ് ലൈറ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്, സ്ക്രീനിൽ കിട്ടുന്നത് ഒരു വിബ്ജിയോർ പാറ്റേൺ ആയിരിക്കും. അപ്പോൾ വൈറ്റ് ലൈറ്റ് ടേൺ ടു ഡിഫറെൻറ്റ് കളർ, അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം ഇവിടെ റിഫ്രാക്ഷൻ, ബെൻഡിങ് ഓഫ് ലൈറ്റ് സംഭവിക്കുന്നു ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫേസ് വെലോസിറ്റി കാരണം അവിടെ ഡിഫറെൻറ്റ് ആംഗിളിൽ ഓരോ വേവ് ലെങ്ത്തുള്ള ലൈറ്റും ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ വിബ്ജിയോർ പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് ലൈറ്റ് ആയിരിക്കും. കാരണം അതിനാണ് വേവ് ലെങ്ത്ത് ഏറ്റവും കുറവുള്ളത്. ലാംഡ വയലറ്റിനാണ് ലാംഡ റെഡിനേക്കാൾ വേവ് ലെങ്ത്ത് ഏറ്റവും കുറവുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലായിട്ട് ബെൻഡ് ചെയ്യുന്നത്. ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്നത് റെഡ് ആയിരിക്കും. ഓക്കെ, നൗ ദി എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ, അതായത് ഓരോ കളറിൻ്റെയും ഈ ബെൻഡിങ് എന്ന് പറയുന്നത് ഈ രണ്ട് മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദി എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ റേഷ്യോ ഓഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഇൻസിഡൻറ്റ് മീഡിയം ടു ദാറ്റ് ഓഫ് റിഫ്രാക്റ്റിംഗ് മീഡിയം. ഓക്കെ, ആ ഒരു പോയിൻ്റാണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്ത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ബൗണ്ടറിയാണ്. ഇത് രണ്ട് മീഡിയം 1 മീഡിയം 2 ആണ്. ദിസ് ഇസ് ദ ഇൻസിഡൻറ്റ് റേ. ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് θi. ആൻഡ് മീഡിയം 2ലേക്ക് വരികയാണെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു, ബെൻഡിങ് ഓഫ് ലൈറ്റ്. സോ ദി റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ തമ്മിലുള്ള ആംഗിളാണ് θr എന്ന് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നു. ഇതിനെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് നോർമലും ബൗണ്ടറിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒരു ലൈറ്റ് റേക്ക് പകരം ഒരു പാരലൽ ലൈറ്റ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ലൈറ്റ് റേനെ ലൈറ്റ് ബീമായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഹിയർ നമ്മൾ ഒരു ലൈറ്റ് ബീം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണ് ഒരു മീഡിയത്തിൽ. N1 എന്ന് പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് വേറെ മീഡിയമാണ് N2. സോ ഇത് വന്ന് ഇവിടെ എൻ്റർ ചെയ്തപ്പം, ഇൻസിഡൻറ്റ് ചെയ്തപ്പം ഇവിടെ നമ്മളൊരു വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുകയാണ്. ദിസ് ഇസ് എ ബി എന്ന് പറഞ്ഞ വേവ് ഫ്രണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഈ റേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വേവ് ഫ്രണ്ട് വരയ്ക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് എ വേവ് ഫ്രണ്ട്? വിച്ച് ഈസ് ദ ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് വിത്ത് സെയിം ഫേസ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ ഒപ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വേവ് ഫ്രണ്ട് വരും അല്ലേ? അപ്പോൾ ഓരോ പോയിന്റിൽ നിന്നും വേവ് ഫ്രണ്ട്, ഹൈഗൻസ് പ്രിൻസിപ്പിളൊക്കെ പഠിക്കുമ്പോൾ, അപ്പോൾ ഇതിൻ്റെ ഒരേ ഫേസിൽ വെച്ചിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, ഇതാണ് നമ്മൾ ഒരു വാട്ടറിൽ സ്റ്റോണൊക്കെ ഇടുമ്പം ഇങ്ങനെ വേവ് ഫ്രണ്ട് റൗണ്ടായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന്
നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണെങ്കിലും പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് വേവ് ഫ്രണ്ട്. അതിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ദ ലോക്കസ് ഓഫ് പോയിന്റ് വിത്ത് സെയിം ഫേസ് അല്ലേ, സെയിം ഫേസ്. ഇത് ഇനി അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്നതാണ്, ഒരു സെയിം ഫേസിൽ വരയ്ക്കുന്ന ഒരു ലൈൻ. ഓക്കെ, വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആയിരിക്കും അല്ലേ. ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ഇതാണ്, അതിൻ്റെ പ്രൊപ്പഗേഷൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ ബി. ഇനി നോക്കൂ, ഇതിൽ ഈ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ബൗണ്ടറിയിൽ ടച്ച് ചെയ്തു, ബട്ട് എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഈ ഒരു പോയിന്റിൽ അത് ടച്ച് ചെയ്തിട്ടില്ല അല്ലേ. എഗെയിൻ കൺസിഡർ ദിസ് ഇസ് ദ റിഫ്രാക്റ്റഡ് ബീം ഓഫ് ലൈറ്റ് ആൻഡ് നമ്മളിവിടുന്ന് ഡിയിൽ നിന്ന് സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. എഗെയിൻ ഒരു വേവ് ഫ്രണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. സോ ഹിയർ ദിസ് ബി സി, കൺസിഡർ ദിസ് ബി സി ആൻഡ് എ ഡി. ഈ ബി സിനെ വെച്ച് നോക്കുമ്പം എ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്തു, മീഡിയം ചേഞ്ച് ചെയ്തു, അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യും അല്ലേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്തപ്പം വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്തു. സോ ഇവിടെ ബി സി എന്ന് പറയുന്നത് എ ഡിയേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഡ്യൂ ടു റിഫ്രാക്ഷൻ സെയിം വേവ് ഫ്രണ്ടിൽ തന്നെ രണ്ട് ഫേസ് വെലോസിറ്റി വരികയാണ് അല്ലേ. രണ്ട് വെലോസിറ്റി, ഇവിടെ വളരെ പതുക്കെ ട്രാവൽ ചെയ്തു, ഇവിടെ വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു റിഫ്രാക്ഷൻ സെയിം വേവ് ഫ്രണ്ടിന് തന്നെ രണ്ട് എൻഡിൽ ഡിഫറെൻറ്റ് ഫേസ് വെലോസിറ്റി വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എ ബിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എന്ന് വിളിച്ചത്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും. ആൻഡ് ദിസ് സി ഡി ഈസ് നോൺ ആസ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്, റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ആൻഡ് N1 N2 2 മീഡിയ ആണ്. കൺസിഡർ ദിസ് ഇസ് എയർ ആൻഡ് ദിസ് ഇസ് വാട്ടർ. ഓക്കെ, 2 ഡിഫറെൻറ്റ് മീഡിയം. സോ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി ഈ ബി സിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് V2 ആയിരിക്കും. ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം ഡിഫറെൻറ്റ് വെലോസിറ്റി ആയിരിക്കും രണ്ട് മീഡിയത്തിലും. ഓക്കെ, ഇനി കൺസിഡർ ഈ ഒരു ബൗണ്ടറിയും ഇതും തമ്മിലുള്ള ആംഗിള്, ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും തമ്മിലുള്ള ആംഗിള് നമ്മൾ ഐ ആയിട്ട് എടുത്തു, ഇൻസിഡൻറ്റ് ആംഗിളായിട്ട് എടുത്തു ഐ. ആൻഡ് ദിസ് സി ഡി റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ടും ഈ ബൗണ്ടറിയും തമ്മിലുള്ള ആംഗിളാണ് ആർ. ഓക്കെ, സോ ഹിയർ എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് ഐ ആണ്. ആൻഡ് ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറയുന്നത് ആറാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് എ ബി ഡി കൺസിഡർ ചെയ്താൽ സൈൻ ഐ എടുക്കുക. സൈൻ ഐ എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് സെയിം ആണ്, വിച്ച് ഈസ് ബി ഡി. ആൻഡ് ആ ബി ഡിനെ നമ്മൾ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. രണ്ട് ട്രയാങ്കിളിൻ്റെയും സെയിം ഹൈപ്പോട്ടന്യൂസ് എക്സ് ആണ്. ഓക്കെ, നൗ കൺസിഡർ ഇവിടെ ഐ ആണെങ്കിൽ വാട്ട് ഈസ് സൈൻ ഐ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, ദിസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ഡി ആണ്. അതിനെ ഞാൻ L1 ലെങ്ത് L1 ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് ദിസ് ബി സിനെ L2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, നൗ സൈൻ ഐ എന്ന് പറയുമ്പം എ ഡി ബൈ ബി ഡി ആണ്. എ ഡി എന്ന് പറയുമ്പം L1 ആണ്, ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഫ്രം ദിസ് വാട്ട് ഈസ് L1? എക്സ് സൈൻ ഐ. ഇക്വേഷൻ നമ്പർ 1 റെപ്രസെൻറ്റ് ചെയ്യുക. എഗെയിൻ സൈൻ ആർ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് L2 ആണ്, ഹൈപ്പോട്ടന്യൂസ് എക്സ് ആണ്, ദിസ് ബി ഡി ആണ്. ഓക്കെ, അപ്പോൾ L2 ബൈ എക്സ്. ഫ്രം ദിസ് L2 is equal to എക്സ് സൈൻ ആർ എന്ന് എഴുതാം. L1 ഈക്വൽ ടു സി ടി ബൈ N1 എന്ന് എഴുതാം. ഓക്കെ, സി ടി, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു ട്രാവൽ എ ടു ഡി.
ഓക്കെ, ദിസ് ടൈം ടേക്കൺ ടു ട്രാവൽ എ ടു ഡി എന്ന് പറഞ്ഞ പോയിൻറ്റും ടൈം ടേക്കൺ ടു ട്രാവൽ ബി ടു സിയും സെയിം ആണ്, ടി തന്നെയാണ്. ആ ടൈം സെയിം ആണ്. എന്ന് ഡിയിലേക്ക് ട്രാവൽ ചെയ്യാനും ബിയിൽ നിന്ന് സിയിലേക്ക് ട്രാവൽ ചെയ്യാനും എടുക്കുന്ന ടൈം സെയിം ആണ്. ഓക്കെ, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ടി. അപ്പോൾ ഹിയർ ദിസ് ഇസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ദിസ് ഇസ് ടൈം ടേക്കൺ ടു ട്രാവൽ ഫ്രം എ ടു ഡി ആൻഡ് ദിസ് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം N1. അഗെയിൻ L2നെ നമുക്ക് സി ടി ബൈ N2 എന്ന് എഴുതാം. ഫ്രം ദിസ് N1 L1 ഈക്വൽ ടു സി ടി, N2 L2 ഈക്വൽ ടു സി ടി. അപ്പോൾ ആർ എച്ച് എസ് സി ടി ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം? N1 L1 ഈക്വൽ ടു N2 L2 ഓർ L1 ബൈ L2 ഫ്രം ദിസ് ഇക്വേഷൻ L1 ബൈ L2 is equal to N2 by N1. Okay, this is equation number 3. Now consider this equation. ഇവിടെ 1/2 ചെയ്യാം. അപ്പോൾ എക്സ് ക്യാൻസലായി പോവും. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു L1 ബൈ L2 എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഇസ് ദിസ് L1 ബൈ L2 വിച്ച് ഇസ് ഈക്വൽ ടു N2 ബൈ N1. So we can write sin I by sin R equal to N2 by N1. This is known as Snell's law of refraction. അപ്പോൾ എന്താണ് ഈ ലോ പറയുന്നത്? അതായത് സൈൻ ഐ ബൈ സൈൻ ആർ, എമൗണ്ട് ഓഫ് റിഫ്രാക്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി റേഷ്യോ ഓഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടു മീഡിയം. ഓക്കെ, അപ്പോൾ എത്രത്തോളം റിഫ്രാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ടു മീഡിയം ആണ്. So we can say that the dispersion of the prism results from the fact that the index of refraction is greater for the blue color than red. Okay, അപ്പോൾ ഡിസ്പേർഷന് കാരണമാവുന്നത് എന്താണ്? അവിടുത്തെ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂ കളറിന് റെഡ് കളറിനേക്കാൾ കൂടുതലാണ്. അതായത് ഓരോ കളറിനും ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഡിസ്പേർഷൻ സംഭവിക്കുന്നത്.